ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം വിമാനത്തിലെ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. 242 യാത്രക്കാരായിരുന്നു എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായിരുന്നത്. അഹമ്മദാബാദിലെ ദുരന്തത്തിൽ എല്ലാവരും ആ വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ, 10 ക്രൂ മെമ്പേഴ്സ്, ബാക്കി 169 യാത്രക്കാർ എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഞെട്ടിച്ച വലിയ ആകാശ ദുരന്തമായി തന്നെ അഹമ്മദാബാദിലെ വിമാന ദുരന്തം മാറുകയാണ്. 242 പേരും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചിരിക്കുന്നു. വിവിധ സ്വപ്നങ്ങളുമായി, പല പ്രതീക്ഷകളുമായി പലയിടങ്ങളിലേക്ക് യാത്ര തിരിച്ച മനുഷ്യരാണ്. എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ നിന്നും ടേക്ക് ഓഫിന് ശേഷം മിനിറ്റുകൾക്കുള്ളിലാണ് വിമാനം നിലം പതിച്ചത്, ഒരു തീഗോളമായി മാറിയത്. എന്താണ് സംഭവിച്ചത് എന്നറിയും മുമ്പ് തന്നെ അതിലുള്ള മനുഷ്യരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. എല്ലാവരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ദുരന്തത്തിൻ്റെ ആഘാതം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വിമാനം ടേക്ക് ഓഫിന് ശേഷം വിമാനത്താവളത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ജനവാസ മേഖലയിൽ വിമാനം പതിക്കുന്നത്. അതിനുശേഷം ഉയർന്ന കറുത്ത പുക, ആ വിമാനം തീപിടിച്ച് ആ കെട്ടിടങ്ങളെയും തീപിടിപ്പിച്ചുകൊണ്ട് ഉയർന്ന കറുത്ത പുക, ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് തന്നെ ആ അപകടത്തിൻ്റെ ആഘാതം എത്രയാണ് എന്നത് സൂചിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന വിവരം വരികയാണ്. 242 പേരാണ് ഉണ്ടായിരുന്നത്. 230 യാത്രക്കാർ, 2 പൈലറ്റ്, 10 ക്രൂ മെമ്പേഴ്സ് എന്നിങ്ങനെയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെയും വിമാനത്തിലുണ്ടായിരുന്നവരുടെ വിവരം. അതിൽ 169 പേർ ഇന്ത്യക്കാരായിരുന്നു, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു, പോർച്ചുഗീസ് പൗരന്മാരായ 7 പേരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു. ഇപ്പോൾ 242 യാത്രക്കാരും മരിച്ചിരിക്കുന്നു. അവർ ഒരുമിച്ച് യാത്ര പുറപ്പെട്ടതാണ്. അവരുടെ മനസ്സിൽ പല വിധത്തിലുള്ള പ്രതീക്ഷകൾ, ആശകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പല കുടുംബങ്ങളിലെ മനുഷ്യരായിരുന്നിരിക്കും. പക്ഷേ അവരെല്ലാം ഒറ്റയ്ക്ക് യാത്രയായിരിക്കുന്നു, ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. ആ വിമാനത്തിലെ ആരും അവശേഷിക്കുന്നില്ല എന്ന ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന, ഏറ്റവും ഹൃദയഭേദകമായ വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിമാന ദുരന്തത്തിൽ ആ വിമാനത്തിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അഹമ്മദാബാദിലെ ഈ വിമാന ദുരന്തം മാറുകയാണ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത സ്ഥിരീകരിക്കേണ്ടി വരുമെന്ന്? ഒരു മലയാളി ഉൾപ്പെടെ ആ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരണം വരുന്നു. വിജയ് റൂപാണിയുടെ കാര്യത്തിലും അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടോ? ഏകദേശം ഗുജറാത്ത് പോലീസിൻ്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള മുൻ മുഖ്യമന്ത്രിയാണ് അങ്ങനെയുള്ള സ്ഥിരീകരണം കൂടി, എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് 242 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പേരുകൂടി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും അതിൽ യാത്രകനായിരുന്നു. നേരത്തെ അവസാനം വന്ന ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായി, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ഗുജറാത്ത് പോലീസ് എന്തായാലും പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അത്തരം റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1 മണി നേരത്തെ ആശുപത്രിയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളെല്ലാം അത്തരത്തിലായിരുന്നു. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും അവിടെയുള്ള ആളുകളും എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് അത്തരത്തിലായിരുന്നു. കാരണം അപകടത്തിൻ്റെ വലിപ്പം അത്രത്തോളം വലുതായിരുന്നു. എല്ലാവരും ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പലരും അവിടുത്തെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ ആ മെസ് ഹാളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ് കഴിയുന്നതും ചികിത്സയിൽ കഴിയുന്ന ആളുകളും ഭൂരിപക്ഷം പേരും. അവർക്കാണ് നിസ്സാര പരിക്കുകളും ഗുരുതരമായ പരിക്കുകളും ഒക്കെയുള്ള പലരും. പക്ഷേ ആ വിമാനയാത്രികർ എല്ലാവരും തന്നെ പൂർണ്ണമായും ഈ വിമാനം താഴെ വീണ് വിമാനം പൂർണ്ണമായും തകർന്നു. അങ്ങനെ മരണമടഞ്ഞവർ മാത്രമല്ല, എന്നിട്ടും മരണമടയാ